കുഞ്ഞോളെ നമ്മുടെ പുതിയ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് നമ്മൾ തുടങ്ങാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ് ശരിക്കും സോളിഡ് സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള, പ്രോബ്ലംസ് ഉള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ് നമ്മുടെ ഈ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് സുന്ദരമായ ചാപ്റ്ററാണ്, വളരെ ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല. കുറേ തിയറികൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, ആക്ച്വലി തിയററ്റിക്കൽ പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറച്ചുണ്ട്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, മാറ്ററിന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകളായിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിൽ ആദ്യത്തെ സോളിഡിനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് സോളിഡ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. പ്രധാനപ്പെട്ട പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, സോളിഡ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. General characteristics of solids. General characteristics of solids. എന്താണ് മക്കൾ അവിടുത്തെ പ്രത്യേകത? Yes, particles of the solids are closely packed. അല്ലേ, particles are closely packed. അടുത്തടുത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടാവും. അവർക്കിടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരക്കുമ്പോൾ കാണുന്നില്ല എന്നുള്ള ചെറിയ സ്പേസ് ഉണ്ട്, പക്ഷെ വളരെ ചെറുതാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രത്യേകത ഷോർട്ട് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്. പാർട്ടിക്കിൾസുകൾക്കിടയിലുള്ള ദൂരം വളരെ ചെറുതാണ്. ഷോർട്ട് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്. പാർട്ടിക്കിൾ എന്ന് പറയാൻ കാരണം അത് ചിലപ്പോൾ ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. ആറ്റം ആണെങ്കിൽ ഇന്റർ ആറ്റോമിക് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റർ മോളിക്യുലർ ഓർ ഇന്റർ അയോണിക്, മൊത്തത്തിൽ ഇന്റർ പാർട്ടിക്കിൾ. ആ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ നെഗ്ലിജിബിൾ, ചെറുതാണ്. വളരെ ചെറുതായത് കൊണ്ട് തന്നെ അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഏത് പാർട്ടിക്കിളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. Okay, that means strong പാർട്ടിക്കിളുകൾക്കിടയിലുള്ള ഫോഴ്സ്, strong interparticle forces. Okay, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല? ഇന്റർപാർട്ടിക്കിൾ ഫോഴ്സ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കിളിന് അതിന്റെ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മോഷൻ ഇല്ല, ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല. അവരുടേതായ സ്ഥലത്ത് ഫിക്സ്ഡ് പൊസിഷനിലാണുള്ളത്. ഓക്കെ, പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻ. ബട്ട് ഒരു സംഗതി എന്ത്, ഈ ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ലായെങ്കിലും അവർ അവിടെ നിന്ന് ഇങ്ങനെ വട്ടം ചുറ്റുന്നുണ്ട്. ആ പാർട്ടിക്കിൾ അവിടെ നിന്ന് ഇങ്ങനെ വട്ടം ചുറ്റുന്നുണ്ട്. അല്ലെങ്കിലോ അവിടെ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, വൈബ്രേഷൻ ഉണ്ട്. ഒരു മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ പൊസിഷനിൽ, ഫിക്സ്ഡ് പൊസിഷനിൽ അല്ലെങ്കിൽ മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ട് അതെന്താണ്, റൊട്ടേറ്ററി മോഷനും വൈബ്രേറ്ററി മോഷനും പോസിബിൾ ആണ്. ഓക്കെ, പാർട്ടിക്കിൾസ് ഹാവ് എന്താണ്, പാർട്ടിക്കിൾസിന് ഫിക്സ്ഡ് പൊസിഷൻ ആണ്. ആ സ്ഥലം വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല, പെർമനന്റ് ആയിട്ടുള്ള ഒരു മോഷൻ ഇല്ല. പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻ and possess what? Rotatory and vibratory motions. ഈ രണ്ട് ടൈപ്പിലുള്ള മോഷൻ ഉണ്ട്. വൈബ്രേറ്ററി മോഷൻസ് എബൌട്ട് ദി മീൻ പൊസിഷൻ. ഓക്കെ, ഇനി അടുത്തത്, അത് പാർട്ടിക്കിൾസിൽ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ഡെഫിനിറ്റ് ആയ ഷേപ്പ് പറയാൻ പറ്റും. പാർട്ടിക്കിൾ പുറത്തേക്ക് പോവാത്തതുകൊണ്ട് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡെഫിനിറ്റ് മാസ്, ഷേപ്പ് ആൻഡ് വോളിയം.
പിന്നെയോ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് അമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവർ അമരത്തില്ല. പാർട്ടിക്കിൾസ് ഒന്നുകൂടി അടുത്ത് വരുന്നില്ല. അങ്ങനെ ഒരു സംഗതിയില്ല. എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്. എന്താണ്? റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ ഇതെല്ലാം പൊതുവായിട്ട് പറഞ്ഞതാണ്. ചിലതിൽ ഇതിന്റെ എക്സെപ്ഷൻസ്. So these are the important general characteristics of solids. എന്നാണ് short interparticle distance, strong intermolecular forces, interparticle forces. പാർട്ടിക്കിൾസ് അവരുടേതായ സ്ഥലത്ത് ഫിക്സഡ് ആണ്, പക്ഷെ വൈബ്രേറ്ററി മോഷനും റൊട്ടേറ്ററി മോഷനും ഉണ്ട്. ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്. റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് പൊതുവായിട്ട് പറയുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചിലതിന്റെ കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. കംപ്രസിബിൾ ആയിട്ടുള്ള സോളിഡുകളും ഉണ്ട്, കംപ്രസിബിൾ അല്ലാത്തതും ഉണ്ട്. ഭൂരിഭാഗവും ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, റിജിഡ് അല്ലാത്ത സോളിഡും ഉണ്ട്. ഓക്കെ, ഈ സോളിഡുകളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. സോളിഡ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്താണ് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മള് പാർട്ടിക്കിൾസ് വെൽ പാക്ഡ് ആയിട്ടുള്ളതാണ് സോളിഡ്സ് എന്ന് പറഞ്ഞു അല്ലെ. ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് എന്തുമായിക്കൊള്ളട്ടെ, ഏതാണ് സോളിഡിലുള്ള പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് വെൽ പാക്ഡ് ആണ് എന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു. പക്ഷേ ചില സോളിഡ്സിൽ ആ വെൽ പാക്കിംഗ് ചില സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ അറേഞ്ച്മെന്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ലൂസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഓർഡേർഡ് അറേഞ്ച്മെന്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ചില സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിഡ്സ് ത്രൂ ഔട്ട് എല്ലാ ഭാഗത്തും ഓർഡേർഡ് അറേഞ്ച്മെന്റ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ ഓർഡേർഡ് അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ്? On the basis of orderly arrangement of particles, the solids are classified into two types, and that two types are crystalline solids and amorphous solids. വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ് പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് ഇത്. ഓക്കെ, crystalline solids and amorphous solids. Crystalline solids and amorphous solids. അതിന്റെ അടിസ്ഥാനത്തിലാണ് on the basis of orderly arrangement of what? Particles. Okay, then okay, ഈ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ രണ്ട് ടൈപ്പിലുള്ള സോളിഡുകൾക്കും പല കാര്യങ്ങളിലും വ്യത്യാസം വരും. ആ വ്യത്യാസങ്ങളാണ് മൊത്തത്തിൽ നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയാം? ഒരു സോളിഡിലുള്ള രണ്ട് പാർട്ടിക്കിൾസ് ആണ്, രണ്ട് ടൈപ്പിലുള്ള പാർട്ടിക്കിൾസ് ആണ് എയും ബിയും. കുറെ എയും കുറെ ബിയും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സോളിഡ് ഉണ്ടായത് വിചാരിക്കാം. ആ സോളിഡിനെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എയും ബിയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കോ? എ ബി ഡിസ്റ്റൻസ് ഇങ്ങനെ കുറെ ദൂരത്തില്ല, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയാണ്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എയും ബിയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതിന് അങ്ങോട്ട് പോയാൽ മാറി എ ബി ഇവിടെ ബി അല്ല, എ ബി അങ്ങനെ പോകും എല്ലാ ഡയറക്ഷൻ. ആ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെങ്ങനെ അറിയാവോ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. ഇതൊരു പിക്കോമീറ്റർ ആണെന്ന് വിചാരിക്കാം. സെയിം 1 പിക്കോമീറ്റർ ഇങ്ങോട്ട് പോയിട്ട് അടുത്ത എനെ കണ്ടു.
വീണ്ടും അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അടുത്ത പാർട്ടിക്കിളിനെ കണ്ടു, അത് ബി ആണ്. അതായത് രണ്ട് എകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2 പിക്കോമീറ്റർ ആണ്. 2 പിക്കോമീറ്റർ പോകുമ്പോൾ ഓരോ ബിനെ കാണുന്നു, ഓരോ എനെ കാണുന്നു. ഓരോ പിക്കോമീറ്റർ കവർ ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് എയും ബിയും കാണുന്നു. താഴോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഏത് ഡയറക്ഷനിൽ പോയാലും എനിക്ക് റെഗുലർ ഇന്റർവെലുകളിൽ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുന്നു. അത് ഡെഫിനിറ്റ് ഓർഡറിലാണ്. എ കഴിഞ്ഞാൽ ബി, പിന്നെ എ, പിന്നെ ബി, പിന്നെ എ, അങ്ങനെ കാണുന്നു. എ കഴിഞ്ഞിട്ട് കൊണ്ട് ഏനെ കാണുന്നില്ല. ഓക്കെ, ഏനെ കാണുന്നത് ഈ ഡയറക്ഷനിൽ പോകണം, പക്ഷെ ആ ഡിസ്റ്റൻസ് ഇതല്ല, 1 പിക്കോമീറ്റർ അല്ല. സപ്പോസ് ഇതൊരു 2 പിക്കോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ആ 2 പിക്കോമീറ്റർ കൊണ്ട് ഇതിലെ കൂടി പോയാൽ എനിക്ക് ഏനെ കാണുന്നു. അതേ 2 പിക്കോമീറ്റർ ഇങ്ങോട്ട് പോയാൽ എനിക്ക് വീണ്ടും ഏനെ കാണുന്നു. ഇങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ഏനെ കാണുന്നുള്ളൂ, ബീനെ കാണുന്നില്ല. അതേസമയം ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ബീനെ മാത്രമേ കാണുന്നുള്ളൂ, ഏനെ കാണുന്നില്ല. ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ എയും ബിയും ആൾട്ടർനേറ്റീവ് ആയിട്ട് കാണും. ആ ഓർഡർ എല്ലാ ഡയറക്ഷനിലും നമുക്ക് കാണാൻ പറ്റും. ഈ ഡയറക്ഷനിൽ എന്താണ് ഓർഡർ, അത് ഫുൾ ആ ഡയറക്ഷനിൽ തന്നെ. ഈ ഡയറക്ഷനിൽ എന്താണ് ഓർഡർ, അതേ ആ ഓർഡർ ആ ഡയറക്ഷനിൽ ഫുള്ളായിട്ട് കാണുന്നു. എൻറ്റയർ സോളിഡ്സില് ഒരു ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസും എവിടെയും അത് തെറ്റിക്കപ്പെടുന്നില്ല. Okay, that means that orderness is present in the entire solids, and we can say that the solids has, this type of solids has long range order. Orderness എല്ലായിടത്തും ഉണ്ട്, എൻ്റെ സോളിഡ്സിലും ഉണ്ട് എന്ന് നമ്മൾ പറയും. ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട് എന്ന് പറയും. അങ്ങനെയുള്ളവരാണ് ആക്ച്വലി ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത ലോങ് റേഞ്ച് ഓർഡർ. ഒന്നാമത്തത് ലോങ് റേഞ്ച് ഓർഡർ. എന്തുണ്ട്? ലോങ് റേഞ്ച് ഓർഡർ. അതായത് have regular and definite arrangement of particles. Have a regular and definite arrangement of particles throughout the solids. അതേസമയം അമോർഫസ് ആകുമ്പോൾ എന്താണെന്ന് അറിയാവോ? എ കണ്ടു, ബി കണ്ടു, അതേ ഡിസ്റ്റൻസ് പോയപ്പോൾ ഇതിപ്പോ 1 പിക്കോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ആ 1 പിക്കോമീറ്റർ പോയിട്ടാണ് എനിക്ക് വീണ്ടും ഏനെ കാണുന്നില്ല, കുറച്ചും കൂടി ദൂരത്തായിട്ട് ഏനെ കാണുന്നു. പിന്നെ വീണ്ടും 1 പിക്കോമീറ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ ബീനെ കണ്ടു. പിന്നെ വീണ്ടും 1 പിക്കോമീറ്റർ കൂടുതൽ പോയിട്ടാണ് ബീനെ കണ്ടു. അതായത് ഇങ്ങനെ പല ഡയറക്ഷനിലും, എല്ലാ ഡയറക്ഷനിലും. ചില സ്ഥലങ്ങളിൽ മാത്രം ആ ഓർഡർനെസ് ചിലപ്പോൾ കണ്ടെന്ന് വരാം. പക്ഷെ ക്രിസ്റ്റൽ എൻറ്റയർ ക്രിസ്റ്റൽ, അതായത് എൻറ്റയർ സോളിഡ് മുഴുവനായിട്ടും എടുക്കുമ്പോൾ എല്ലാ ഡയറക്ഷനിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് കാണില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ലോക്കലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് കാണും, എല്ലാ ഭാഗത്തും കാണില്ല. ചിലപ്പോൾ ഫുള്ള് ഉണ്ടാവില്ല, ഓർഡർ ഫുള്ള് ഉണ്ടാവില്ല. പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ട്, ചിലപ്പോൾ അടുത്തുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ദൂരത്തായിട്ടുണ്ടാവും. So definite arrangement of particles is not present in entire crystal or entire solids. നമ്മൾ പറയും അതിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണുള്ളത്. എന്താണ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണുള്ളത്? ഓക്കെ, ദാറ്റ് മീൻസ് ഇതുള്ളത് എന്തിനെന്ന് അറിയാവോ? അത് അമോർഫസ് സോളിഡ്സിലാണുള്ളത്. സോ അമോർഫസ് സോളിഡ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഷോർട്ട് റേഞ്ച് ഓർഡർ. ദാറ്റ് മീൻസ് ഡസ് നോട്ട് ഹാവ് റെഗുലർ ആൻഡ് ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പൊ എന്താണ് ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ? ക്ലിയർ ആയില്ലേ? റെഗുലർ അറേഞ്ച്മെന്റ് ഈസ് പ്രസന്റ് entire solids. Regular arrangement does not present in entire solids. It can be seen in the localized area. Okay, ചില സ്ഥലങ്ങളിൽ മാത്രം കാണാം. അടുത്തത്, അതുകൊണ്ട് തന്നെ സോളിഡ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഒത്തിണങ്ങുന്നവർ മിക്കവാറും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് പറഞ്ഞ പേരാണ് ട്രൂ സോളിഡ്സ്. അമോർഫസ് സോളിഡ്സിനെ പറഞ്ഞ പേരാണ് സ്യൂഡോ സോളിഡ്സ്. ആക്ച്വലി അമോർഫസ് എന്ന മീനിങ് തന്നെ സ്യൂഡോ ആണ്. ഓക്കെ, സ്യൂഡോ സോളിഡ്സ്. അപ്പൊ ഒന്നാമത്തത് മനസ്സിലായി, രണ്ടാമത്തെ മനസ്സിലായി. മൂന്നാമത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്. എന്താണ് അനൈസോട്രോപിക്? ഇത് ഐസോട്രോപിക് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എന്താണ് ഈ ഐസോട്രോപിക്? ആദ്യമായിട്ട് പഠിക്കുകയാണല്ലോ.
നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഓർമ്മിക്കുക, ഐസോട്രോപിക് ആണ്, ഐസോട്രോപിക് ആണ്. പരീക്ഷയ്ക്ക് അത് വേറെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. വാട്ട് ഈസ് മെൻ ബൈ ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓർമ്മിക്കുക, അനൈസോട്രോപിക് ക്രിസ്റ്റലൈൻ ആണ്, ഐസോട്രോപിക് അമോർഫസ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത്, നിങ്ങളുടെ കയ്യിൽ ഒരു അമോർഫസ് സോളിഡ് ഉണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട്. പാർട്ടിക്കിൾസ് എല്ലാം എന്താ പറയാ, വളരെ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അതിനെ ചൂടാക്കി ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ആ ക്രിസ്റ്റൽ മുഴുവനായിട്ട് വരും. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ഇത് മുഴുവനായിട്ട് വരും. അതായത് ഇതിന് ഒരു ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. മെൽറ്റിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സോളിഡ് മുഴുവനായിട്ട് മുരുകും. അതേസമയം ഇതൊരു അമോർഫസ് സോളിഡ് ആണെങ്കിൽ ചൂടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ചില ഭാഗങ്ങൾ ഉരുകാൻ തുടങ്ങും, എല്ലാ ഭാഗവും ഉരുകില്ല. കുറേ ചൂടുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ഈ ഉരുകൽ മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരും. അതായത് എല്ലാ ഭാഗത്തിന്റെയും മെൽറ്റിംഗ് പോയിന്റ് ഒരുപോലെയല്ല. ചില ഭാഗം പെട്ടെന്ന് ഉരുകുന്നു, ചില ഭാഗം കുറച്ച് വൈകിട്ടാണ് ഉരുകുന്നത്, കുറച്ചുകൂടി ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരും. എന്തുകൊണ്ടാണ്? ചില സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണുള്ളത്, ചില സ്ഥലങ്ങളിൽ ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്ത സ്ഥലങ്ങൾ പെട്ടെന്ന് മെൽറ്റ് ആവും. വളരെ അടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രമേ ഉരുകത്തുള്ളൂ. ആ ഭാഗത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അതായത് ഷാർപ്പായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് അമോർഫസ് സോളിഡ്സിന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ് നാലാമത്തത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇതിനോ do not have sharp melting point. Do not have sharp melting point. Okay, പറഞ്ഞു മനസ്സിലായല്ലോ? ഒരു മെൽറ്റിംഗ് പോയിന്റിലേക്ക് എത്തിയാൽ ക്രിസ്റ്റൽ മുഴുവനായിട്ട് വന്നൊരുക്കും. അതേസമയം ഇതോ ചില സ്ഥലങ്ങളിൽ ഉരുകുന്നു, ചില സ്ഥലങ്ങളിൽ ഉരുകുന്നില്ല. എല്ലാ ഭാഗത്തിന്റെയും മെൽറ്റിംഗ് പോയിന്റ് ഒരുപോലെയല്ല. ഇനി ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണുള്ളത്. ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എന്താ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? ഒരു മോൾ സോളിഡ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. മെൽറ്റിംഗ് പോയിന്റ് ഡെഫിനിറ്റ് ആയതുകൊണ്ട് തന്നെ ആ മെൽറ്റിംഗ് പോയിന്റിൽ ഇത് അബ്സോർബ് ചെയ്യുന്ന ഒരു മോൾ അമോർഫസ് അല്ല ക്രിസ്റ്റലൈൻ സോളിഡ് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഹീറ്റ് എനർജി സെയിം ആയിരിക്കില്ലേ? എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കില്ലേ? അതേസമയം ഇവിടെ അങ്ങനെയല്ല. ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് തന്നെ അല്ല. ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മോൾ അമോർഫസ് സോളിഡ് ഒരു കഷ്ണം എടുത്തു വേറെ കഷ്ണം, ഇത് ഒരു മോൾ ഇതൊരു മോൾ. ഇത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എക്സ് ജൂൾ ആണെങ്കിൽ ഇതിന്റെ y ജൂൾ ആയിരിക്കും. കാരണം എന്താ? ഇതിലുള്ള അറേഞ്ച്മെന്റ് പോലെ ആയിരിക്കില്ല അവിടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്. സംഗതി രണ്ടും തന്നെ ആയിരിക്കാം, പക്ഷെ അറേഞ്ച്മെന്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എന്താണ് ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? Do not have definite enthalpy of fusion. Okay, do not have definite enthalpy of fusion. Do not have definite enthalpy of fusion. And next one. കുഞ്ഞോളെ നിങ്ങൾക്ക് സംഗതിയിലെ ക്ലിയർ ആണല്ലോ. അടുത്തത് നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുന്നു. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് അതിനൊരു ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ട്, നല്ല ഷാർപ്പ് എഡ്ജുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ അതിന് കട്ട് ചെയ്യും. ഈ ഭാഗത്ത് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഞാൻ മുറിച്ചു മാറ്റും.
അത്രയും ഭാഗം ഞാൻ മുറിച്ചു മാറ്റി. ഷാർപ്പ് എഡ്ജുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഞാൻ അതിനെ മുറിച്ചു മാറ്റി. അങ്ങനെ മുറിച്ചു മാറ്റിയിട്ട് കിട്ടിയ ആ പീസാണ്. അപ്പൊ എനിക്ക് പുതിയ രണ്ട് സർഫസുകൾ കിട്ടിയില്ല. ഈ ഒരു സർഫസും ഈ ഒരു സർഫസും. ഇത് പെർഫെക്റ്റ്ലി പ്ലെയിൻ ആയിരിക്കും. ആ രണ്ട് പുതിയ സർഫസുകൾ പെർഫെക്റ്റ്ലി പ്ലെയിൻ ആയിരിക്കും. അതായത് ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ക്ലീൻ കട്ടായിരിക്കും. ഓക്കെ, ആ പുതുതായിട്ടുണ്ടാവുന്ന രണ്ട് പീസും ക്രിസ്റ്റലൈൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ക്രിസ്റ്റലൈൻ സോളിഡിനെ കട്ട് ചെയ്താൽ ഉണ്ടാകുന്ന പുതിയ രണ്ട് പീസും ക്രിസ്റ്റലൈൻ തന്നെയായിരിക്കും. അതായത് ഇവിടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും, ഇവിടെയും പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു പ്ലെയിന് തന്നെ അവിടെ കിട്ടും. അതേസമയം ഇത് അമോർഫസ് ആയിരുന്നു എങ്കിൽ ആ പുതുതായി ഉണ്ടാകുന്ന ഇത് സർഫസുകൾ ഉണ്ടല്ലോ, അവിടെ ഒരു ഇറഗുലാരിറ്റി, പാർട്ടിക്കിൾസിന്റെ ഒരു ഇറഗുലാരിറ്റി കാണാൻ പറ്റും. ഒരു വെൽ ഡിഫൈൻഡ് പ്ലെയിൻ ആയിരിക്കില്ല അത്. എന്താണ്? എന്തുകൊണ്ട്? പാർട്ടിക്കിൾസ് എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ ഉള്ളത്. പാർട്ടിക്കിൾസ് ചില സ്ഥലത്ത് കുറെ അടുത്തടുത്ത്, ചില സ്ഥലത്ത് കുറെ ദൂരത്ത്. ഇപ്പൊ ഇവിടെ പാർട്ടിക്കിൾസ് ദൂരത്താണെങ്കിൽ അവിടെ എന്തെങ്കിലും കട്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു വോയിഡ് വരും, ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം അങ്ങനെ ഉണ്ടാവും. ആ ഉണ്ടാകുന്ന പുതിയ സർഫസുകളിൽ വെൽ ഡിഫൈൻഡ് പ്ലെയിനുകളായിരിക്കില്ല. അതായത് പെർഫെക്റ്റ് കട്ടിങ് കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഗീവ് ക്ലീൻ കട്ട്, ഗീവ് ക്ലീൻ കട്ട് when cut with sharp edged tool. Cut with sharp edged tool. Okay, ഇവിടെ എന്താ കിട്ടുന്നത്? ഇറഗുലർ കട്ട്, ഗീവ്സ് ഇറഗുലർ കട്ട്, ഇറഗുലർ കട്ട്. ഓക്കെ, അടുത്തത് ഇത് മോർ റിജിഡ് ആയിട്ട്, സാധാരണ സോളിഡ്സ് റിജിഡ് ആണെന്ന് പറഞ്ഞില്ലേ, ആ സോളിഡ്സിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് നല്ലോണം റിജിഡ് ആയിരിക്കും. പാർട്ടിക്കിൾസിന്റെ വെൽ അറേഞ്ച്മെന്റ് കാരണം നല്ലോണം റിജിഡ് ആയിരിക്കും. അതേസമയം ഇത് ലെസ് റിജിഡ് ആയിരിക്കും. കാരണം പറയുന്ന കാര്യമില്ലല്ലോ. എന്താണ്? പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എല്ലായിടത്തും ഒരുപോലെയല്ല. നല്ല ഗ്യാപ്പ് ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ. അവിടെ എന്താവും? നമ്മള് പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, കംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്താവും? ആ പാർട്ടിക്കിൾസ് അടുത്ത് വരാൻ വേണ്ടി നോക്കും. അപ്പൊ അത് കംപ്രസിബിൾ ആവും. ഓക്കെ, ലെസ് മോർ റിജിഡ്. ഇത് നല്ലോണം റിജിഡ് ആണ്. മറ്റേതോ ലെസ് റിജിഡ് ആണ്. ലെസ് റിജിഡ്. ഓക്കെ, എക്സാമ്പിൾ, ഇത് പ്രധാനപ്പെട്ട എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയം ക്ലോറൈഡ്, സുക്രോസ്, ഡയമണ്ട്, ക്വാർട്സ്, ഇതൊക്കെയും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, സ്റ്റാർച്ച്, ഇതൊക്കെയും അമോർഫസ് ആണ്. അപ്പൊ നോക്ക് മക്കളെ ഡിഫറൻസ്. അപ്പൊ അതിൽ നമ്മൾ പറയാത്ത സംഗതിയാണ് ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. എന്താണെന്ന് നോക്കാം. നമ്മളിത് എയർ എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. എയർ സോളിഡ് അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാണ്. എയറിൽ ഏത് ഡയറക്ഷനിലോട്ട് പോയാലും പാർട്ടിക്കിൾസ് പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴും ഫിക്സ്ഡോ അല്ല, അത് മാറിക്കൊണ്ടുണ്ടാവും. പക്ഷേ എയറിൽ ഏത് ഡയറക്ഷനിൽ പോയാലും ലൈറ്റിന്റെ വെലോസിറ്റി സെയിം അല്ലേ? അങ്ങോട്ട് ലൈറ്റ് പോകുന്നതും ഇങ്ങോട്ട് ലൈറ്റ് പോകുന്നതും അങ്ങോട്ട് ലൈറ്റ് പോകുന്നതും എല്ലാം സെയിം വെലോസിറ്റിയിലാണ്. ലൈറ്റിന്റെ വെലോസിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോ എയർ എന്ന മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ ഡയറക്ഷനും സെയിം ആയത് കൊണ്ടായിരിക്കില്ലേ ലൈറ്റിന്റെ വെലോസിറ്റി എല്ലാ ഡയറക്ഷനും സെയിം ആയത്? അല്ലെ? അപ്പൊ പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള മീഡിയത്തില് ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ എല്ലാ ഡയറക്ഷനിലും സെയിം വാല്യൂസ് കാണിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിലും തെർമൽ കണ്ടക്ടിവിറ്റി ആണെങ്കിലും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണെങ്കിലും
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിലും എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഏത് ഡയറക്ഷനിലും സെയിം വാല്യൂ ആയിരിക്കും അതിനുണ്ടാവുക അല്ലെ. അപ്പൊ എയിൽ നിന്ന് കണ്ടു നമ്മൾ എന്തെന്ന് പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിന്നെ ക്വാണ്ടിറ്റികളുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ അതിന് പറഞ്ഞ പേരാണ് ഐസോട്രോപ്പി. Okay, the physical quantities like refractive index, thermal conductivity, electrical conductivity have same value in all directions in a medium are called isotropic medium. The phenomenon is called isotropy. അത് ഡിഫറെന്റ് ആണെങ്കിൽ പല ഡയറക്ഷണൽ ഡിഫറെന്റ് വാല്യൂ ആണെങ്കിൽ അതിന്റെ പേരാണ് അനൈസോട്രോപ്പി. അപ്പൊ അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. സോളിഡിന്റെ കേസിൽ അമോർഫസ് സോളിഡിലല്ലേ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഈ പറയപ്പെട്ട ക്വാണ്ടിറ്റികൾക്ക് ഡിഫറെന്റ് വാല്യൂ ഉള്ളത് അല്ല. അമോർഫസ് സോളിഡിലല്ലേ ഡിഫറെന്റ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഇറഗുലർ ആയിട്ടുള്ളത് അമോർഫസ് സോളിഡ്സിലാണ്. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡ് ഇതൊരു അമോർഫസ് സോളിഡ് ആണെന്ന് വിചാരിക്കാം. അമോർഫസ് സോളിഡിൽ ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നത് ഏത് വെലോസിറ്റിയിലാണോ അതേ വെലോസിറ്റിയിലായിരിക്കും ഇങ്ങോട്ട് പോവുക, അതേ വെലോസിറ്റിയിലായിരിക്കും ഇങ്ങോട്ട് പോവുക, അതേ വെലോസിറ്റിയിലായിരിക്കും ഇങ്ങോട്ട് പോവുക. ഇങ്ങോട്ട് എത്രയാണോ തെർമൽ കണ്ടക്ടിവിറ്റി അത് തന്നെയായിരിക്കും ഇങ്ങോട്ട്, അത് തന്നെയായിരിക്കും ഇങ്ങോട്ട്, അത് തന്നെയായിരിക്കും ഇങ്ങോട്ട്. ഓക്കെ, ഏത് ഡയറക്ഷനിലും ഈ പറയപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് സെയിം വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ അമോർഫസ് സോളിഡ്സിന് പറഞ്ഞ പേരാണ് ഐസോട്രോപ്പി. ഓക്കെ, അതേ സമയം നമ്മൾ ഇത് ക്രിസ്റ്റലൈൻ സോളിഡ്സിലേക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ എ ബി എന്ന രണ്ട് ടൈപ്പിലുള്ള പാർട്ടിക്കിൾസ് ഉള്ള ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുക. ആ പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും? എല്ലാ ഡയറക്ഷനിലും ഒരു വെൽ ഡിഫൈൻഡ് മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. B, A, 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 B, B, A, B, A, A, B, A. അപ്പൊ ഇങ്ങോട്ട് എന്താണോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ അതായിരിക്കില്ല ഇങ്ങോട്ടുള്ള വാല്യൂ, അതായിരിക്കില്ല ഇങ്ങോട്ടുള്ള വാല്യൂ. എന്തുകൊണ്ട്? ഇങ്ങോട്ടുള്ള പാർട്ടിക്കിൾസ് അറേഞ്ച് എല്ലാ ഡയറക്ഷനിലേക്കും റെഗുലർ ആണ്. പക്ഷെ പല ഡയറക്ഷനിൽ ഉള്ളത് ഒരേ ടൈപ്പിലുള്ള പാർട്ടിക്കിൾസ് അല്ല. ഇങ്ങോട്ട് എ ബി അറേഞ്ച്മെന്റ് ആണ്, ഇങ്ങോട്ടും എ ബി അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഇങ്ങോട്ടും അങ്ങോട്ടും സെയിം ആയിരിക്കും, പക്ഷെ ആ വാല്യൂ ആയിരിക്കില്ല ഇങ്ങോട്ട്. കാരണം ഈ ഭാഗത്ത് എ മാത്രമേ ഉള്ളൂ, ബിയുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. അതേസമയം ഈ ഡയറക്ഷനിലോ ബി മാത്രമേ ഉള്ളൂ, എയുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിലേക്ക് ബിയുടെ കോൺട്രിബ്യൂഷൻ ഈ ഡയറക്ഷനിലില്ല, എയുടെ കോൺട്രിബ്യൂഷൻ ഈ ഡയറക്ഷനിലില്ല. ഇവിടെ എയുടെയും ബിയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ രണ്ടെണ്ണത്തിന്റെയും ആവറേജ് ആയിരിക്കും ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഡിഫറെന്റ് വാല്യൂ ആണ്. അതുകൊണ്ട് അതിനെ അനൈസോട്രോപ്പി എന്ന് പറയാം. സെയിം വാല്യൂ ആണെങ്കിൽ അതിനെ ഐസോട്രോപ്പി ആണെന്ന് പറയാം. അത് അമോർഫസ് സോളിഡ്സിലാണ് ഉള്ളത്. ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. എന്താണ് ഐസോട്രോപ്പി അനൈസോട്രോപ്പി? ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ആക്കാം. എന്തിനറിയാവാ? ഈ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ മാത്രമേ വെൽ ഓർഡർനെസ് പോസിബിൾ ആയിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിലെല്ലാം പാർട്ടിക്കിൾസ് കുറെ ലോങ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്റർ അറ്റോമിക് അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് വീക്കായിരിക്കും. അപ്പൊ അവിടെയുള്ള പാർട്ടിക്കിൾസ് വീക്കായിട്ടാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ആ പാർട്ടിക്കിൾസിന് മെല്ലെ സ്ലോ ആയിട്ട് ഒഴുകാനുള്ള മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അണ്ടർ ഗ്രാവിറ്റി അത് താഴോട്ട് ഫ്ലോ ചെയ്യും. എങ്ങനെ? ജസ്റ്റ് ലൈക്ക് ലിക്വിഡ്സ്. പക്ഷെ ലിക്വിഡ്സ് വളരെ പെട്ടെന്ന് ഫ്ലോ ചെയ്യും, പക്ഷെ ഇത് വളരെ സ്ലോ ആയിട്ട്. എങ്ങനെയുള്ള ലിക്വിഡ്സ്? ഹൈ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സിനെ പോലെയാണ് അമോർഫസ് സോളിഡ്സ് എന്താ പറയാ
ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ലോണം തണുപ്പിച്ചിട്ടുള്ള ഒരു സോളിഡ് ലിക്വിഡിനെ പോലെ. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡ്സിന് പറഞ്ഞ പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അതിന് ലിക്വിഡ്സിനെ പോലെ ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷെ ആ ഒഴുക്ക് വളരെ കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പഴയ ബിൽഡിങ്ങുകളുടെ ഗ്ലാസ് പാനൽ അല്ലെങ്കിൽ വിൻഡോ പാനൽ എടുത്തു കഴിഞ്ഞാൽ, ഐ മീൻ വിൻഡോ ഡോറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഗ്ലാസ് പാൻ ഉണ്ടല്ലോ, അതിന് താഴ്ഭാഗം കുറച്ച് കട്ടി ഉണ്ടാവും, തിക്കായിരിക്കും, മുകൾ ഭാഗം തിന്നായിരിക്കും. എന്തുകൊണ്ട്? ഗ്ലാസ് അമോർഫസ് സോളിഡ് ആണ്. അതിനെന്തുണ്ട്? ഈ പറയപ്പെട്ട പോലെ താഴോട്ട് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഡ്യൂ ടു ദി ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. സോ അണ്ടർ ഗ്രാവിറ്റി അതിനെല്ലാം താഴോട്ട് ഒഴുകുന്നു. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സോളിഡ് സ്റ്റേറ്റിലെ ആദ്യത്തെ സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ.